ഇന്നൊരു ഹോസ്പിറ്റൽ ഡേ ആണ്. കോഴിക്കോടാണ്. ഒരു ശ്രീധരീയം എന്ന് പറഞ്ഞിട്ടുള്ള ആയുർവേദിക് ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ മോനെ അവൻ്റെ കണ്ണൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വന്നതാണ്. 1 മണി വരെ ഇവിടെ നോക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ടോക്കൺ 1 മണി വരെ കൊടുക്കുന്നുള്ളൂ എന്ന്. ഞങ്ങൾ വിചാരിച്ചു 1 മണി കഴിഞ്ഞാൽ ഡോക്ടർ പോകുമെന്ന് വെച്ചിട്ട് വന്നതാണ്. മക്കളെയൊക്കെ റെഡിയാക്കി എത്തുമ്പോഴത്തേക്കും വൈകി. അവിടെ വന്ന് നോക്കുമ്പോൾ ടോക്കൺ കിട്ടിയത് 76 36 പോയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും കുറേ സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏതായാലും ഇവിടെ വന്നതല്ലേ, അപ്പോൾ നമുക്ക് കാറ് സർവീസ് ചെയ്യാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ കാറ് സർവീസ് ചെയ്യാൻ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് കൊടുത്തു. അവിടെ ഒരു 1.5 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അവിടെ കോഫിയൊക്കെ കുടിച്ചിരുന്നു. അങ്ങനെ കാറെല്ലാം റെഡിയായിട്ട് കിട്ടി. അതുകൊണ്ട് എവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് 2 കാര്യങ്ങളും നടന്നു. അങ്ങനെ കാറ് ഒക്കെ റെഡിയാക്കി ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നു. അവിടെയും ഒരുപാട് വെയിറ്റ് ചെയ്തു കേട്ടോ. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. ഈ ഡോക്ടർ ഏതോ ഒരു ദിവസം മാത്രമേ വരുള്ളൂ എന്ന് തോന്നുന്നു ഇവിടെ. അതുകൊണ്ടായിരിക്കും ഇത്ര തിരക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കാണിച്ചിറങ്ങിയപ്പോഴത്തേക്കും 5 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. രാവിലെ ഭക്ഷണം കഴിച്ചത്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ ചിലപ്പോൾ ഡോക്ടർ വിളിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ പോയില്ല. അങ്ങനെ പാരഗൺ ഹോട്ടലിൽ കയറാമെന്ന് വിചാരിച്ചു. 5 മണിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു തിരക്കൊന്നും ഉണ്ടാവില്ല. നോക്കുമ്പോൾ ഭയങ്കര തിരക്ക്. ഞാൻ പറഞ്ഞു കുട്ടികളെയും കൊണ്ടൊന്നും ആവില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. കൊയിലാണ്ടി എത്തുന്നതിന് മുന്നേ ഒരു ഹോട്ടലിൽ കയറി. ആദ്യം ഏട്ടൻ കഴിച്ച് വന്നു. ഞാൻ വണ്ടിയിലിരുന്നു. മോൻ അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കഴിച്ചു. പിന്നെ വരുന്ന വഴിക്ക് എനിക്കൊരു ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു. മോനും ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചെരുപ്പൊക്കെ വാങ്ങി തിരിച്ച് പയ്യോളി എത്തി. ഗേറ്റ് അടവാണ് ഇവിടെ. എപ്പോഴും ഇപ്പം ഗേറ്റ് അടവ് കിട്ടും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ അച്ഛൻ പഴംപൊരിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് പഴംപൊരി. അത് കഴിഞ്ഞ് ഇതായിട്ടോ വാങ്ങിയ ചെരുപ്പ്. മോൻ്റെ ചെരുപ്പിന് 1300 ഇതാണ് എൻ്റെ ചെരുപ്പ്. എൻ്റെ ചെരുപ്പിനും 1500 കേട്ടോ. ചെരുപ്പ് എനിക്ക് എൻ്റെ കാല് കുറച്ച് സൈസ് ഉള്ളതുകൊണ്ട് എനിക്ക് ചെരുപ്പ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണേ. അത് കഴിഞ്ഞ് പിന്നെ മോന് ഞങ്ങൾ ഫുഡ് വീട്ടിലേക്ക് വാങ്ങിയതായിരുന്നു. നെയ്ച്ചോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന് ചോറൊക്കെ കൊടുത്തു. അപ്പോഴത്തേക്കും മാമിയും മിന്നാട്ടിയും മാമിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ മക്കൾ കളിച്ചുകൊണ്ടിരുന്ന് അവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എല്ലാവരും. ഇന്ന് ഫുള്ള് ടയേർഡായി. രാവിലെ തന്നെ പോയിട്ട് എത്തിയപ്പോഴത്തേക്കും രാത്രിയായല്ലോ. അതുകൊണ്ട് അതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നേ. അങ്ങനെ എല്ലാവരും പിന്നെ കുറേ നേരമൊക്കെ സംസാരിച്ചിരുന്ന് പിന്നെ വേഗം പോയി കിടന്നു കേട്ടോ.